ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2012 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എലമെന്ററി എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്രൈം ത്രില്ലർ കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അധികം താമസിക്കാതെ ഈ ഒരു വൺ ലൈനോ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുമ്പോൾ പണക്കാരായിട്ടുള്ള രണ്ട് ദമ്പതികൾ അവരുടെ വീട്ടിലെ മുഖംമൂടി ധരിച്ച ഒരു കൊലയാളി കയറി വരുന്നു. അവൻ വീടിനകത്ത് നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മോഷ്ടിച്ച് പെട്ടെന്ന് വെളിയിലേക്ക് വരുമ്പോൾ ആ രണ്ടുപേരെയും അവരുടെ തലയിൽ ഒരു തലയണ വെച്ച് കെട്ടി കണ്ണ് കറുത്ത ടേപ്പ് ഉപയോഗിച്ച് കെട്ടി രണ്ടു വശങ്ങളിലായിട്ട് ഇരുത്തിയേക്കാണ്. ഇപ്പൊ ആ ഒരു കൊലയാളി വെളിയിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും ശബ്ദം ഉണ്ടാക്കുന്നത് കാണുന്നതും രണ്ടുപേരുടെ തലയിലേക്ക് തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അവർ രണ്ടുപേരും അവിടെ വെച്ച് കൊന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ വീട്ടിലെ ജോലിക്കാരി പറഞ്ഞതനുസരിച്ചാണ് പോലീസുകാരെല്ലാവരും അവിടേക്ക് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നത്. അതിലെ ക്യാപ്റ്റനായിട്ടുള്ള ഗ്രെഗ് സർ, അതേപോലെ തന്നെ ഷെർലക് ഹോംസ്. ഇതിപ്പോൾ ഈ ഒരു കഥാപാത്രത്തിന് ഷെർലക്ക് എന്ന പേര് മാത്രം ഇട്ടതല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് എന്താണെന്ന് ഞാൻ ഈ മൂവിയുടെ ക്ലൈമാക്സിൽ പറഞ്ഞുതരാം. ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറിക്ക് അത് ഡിസ്റ്റർബ് ആവും. അങ്ങനെ ആ ഒരു ക്യാപ്റ്റനും ഷെർലക്കും അതിനകത്തേക്ക് വന്നിട്ട് ഈ ഒരു കൊലപാതക രീതി അവർ കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ ഇത് വേറെ ഏതോ ഒരു കൊലപാതക രീതിയായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല സാമ്യം തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ 1999, അതും 13 വർഷങ്ങൾക്ക് മുന്നേ ന്യൂയോർക്കിലെ പലയിടങ്ങളിലായിട്ട് വീട്ടിൽ അതിക്രമിച്ച് കയറുക, മോഷണം, അതേപോലെ തന്നെ കൊലപാതകം, ഇങ്ങനെ 3 കേസുകളും സിമിലർ ആയിട്ട് പണക്കാരായിട്ടുള്ള ദമ്പതികൾ താമസിക്കുന്ന വീട് ലക്ഷ്യമാക്കി ആ 3 കൊലപാതകങ്ങളിലും ഇതുപോലെ വിക്ടിംസിന്റെ കൈ പുറകിൽ വെച്ച് കെട്ടിയിട്ട് തലയണ ഉപയോഗിച്ച് അവരുടെ മുഖം മറിച്ച് ഒരു ബെൽറ്റ് ഉപയോഗിച്ച് അത് മറിച്ച് കെട്ടി അവരെ ഷൂട്ട് ചെയ്താണ് കൊന്നിട്ടുള്ളത്. ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അതും 13 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 13 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കേസ് പോലീസ് ക്ലോസ് ചെയ്തതാണ്. കൊലയാളിയെ പിടിക്കുകയും ചെയ്തു. അതും എങ്ങനെയാന്ന് വെച്ചാൽ കൊലപാതകം നടന്ന വീടുകളിലെ ഫിംഗർ പ്രിന്റും അതേപോലെ തന്നെ കൊലയാളിയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച കപ്പിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തിട്ടാണ് കൊലയാളിയെ കണ്ടുപിടിച്ചത്. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്ത ആ ഒരു കൊലയാളിയുടെ പേരാണ് വെയ്ഡ്. അതും ചോദ്യം ചെയ്യല്ലേ അവൻ ഏകദേശം കുറ്റം സമ്മതിക്കുകയും അവന്റെ പിറകിൽ അവനെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നെല്ലാം കുറ്റം സമ്മതിച്ച് അവസാനം അവന് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുമായിരുന്നു. ആ കൊലയാളി ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഈ കേസ് മുഴുവനായിട്ടും തെളിയിച്ചതുകൊണ്ട് തന്നെ ഗ്രെഗ്സൺ ക്യാപ്റ്റൻ തോമസിനെ പ്രമോഷൻ നൽകിയിട്ട് വേറൊരു പദവിയിലേക്ക് മാറുമായിരുന്നു. ഇപ്പോൾ ഈ ക്യാപ്റ്റൻ പറയുന്നത് അതേ കൊലയാളി തന്നെയായിരിക്കും ഈ കൊലപാതകം ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഷെർലോക്ക് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല, അതുപോലെ ഒരു കോപ്പി കാറ്റ് കില്ലറായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് 13 വർഷത്തിന് മുന്നേ എടുത്ത ആ ഒരു കേസിന്റെ ഫയലുകളെല്ലാം എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിനുള്ള സിമിലാരിറ്റികൾ എല്ലാം കണ്ടുപിടിച്ച് ഈ കേസ് തെളിയിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറയുമ്പോൾ തോമസ് ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഷെർലോക്ക് പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ കൊല നടന്ന ആ ഒരു വീട്ടിൽ നിന്നും കൊലയാളി അവരെ കൊന്നതിന് ശേഷം വില കൂടിയ ഒരു ഹൈ ഹീലുണ്ടല്ലോ, അത് ഒരെണ്ണം മാത്രം എടുത്തോണ്ട് പോയി. എന്തിനാന്ന് വെച്ചാൽ അവന്റെ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ട്രോഫി കിട്ടിയതുപോലെ. അത് ആ വീട്ടിലെ ജോലിക്കാരി പറഞ്ഞതായിട്ട് പറയുമ്പോഴത്തേക്കും ആദ്യം തോമസും ബാക്കിയുള്ള പോലീസുകാരത് വിശ്വസിക്കത്തില്ല. അങ്ങനെ ഷെർലോക്ക് അവരുടെ കൂടെ തന്നെ ചെന്നിട്ട് ആ ഒരു വീട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള ആ ഒരു ഷൂ എല്ലാം വെക്കുന്ന കബോർഡ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ള അതേപോലെ ഒരു ഹൈ ഹീൽ മാത്രം മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഇതൊരു കോപ്പി കാറ്റ് കില്ലറാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ആ കില്ലറിന് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് ചാൻസ് ഇല്ല. കാരണം അതെല്ലാം പോലീസിന്റെ ഫയൽ റെക്കോർഡുകളിൽ മാത്രമാണുള്ളത്. ഇപ്പോൾ ഒരു കോപ്പി കാറ്റ് കില്ലർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ കൊലപാതകം മാത്രമേ അതുപോലെ ചെയ്യത്തുള്ളൂ. പക്ഷെ ആ ഒരു കില്ലർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു കോപ്പി കാറ്റ് കില്ലർ ചെയ്യുന്ന കാര്യങ്ങളല്ലാന്ന് ഷെർലോക്ക് പറയും. അപ്പൊ ഇതിലുള്ള 2 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെയ്ഡ് അവനൊരു സഹായി ഉണ്ടാവാം, അതും അവനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു സഹായിയായിരിക്കാം ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെയ്ഡ് ഒരിക്കലും യഥാർത്ഥ കൊലയാളിയല്ല, പോലീസ് അവനെ തെറ്റായിട്ട് അറസ്റ്റ് ചെയ്തതായിരിക്കാം. യഥാർത്ഥ കൊലയാളി വെളിയിൽ ചുറ്റി നടന്നിട്ട് ഇപ്പോൾ വീണ്ടും ഈ കൊലപാതക പരമ്പര തുടങ്ങിയതാവാം. അതുകൊണ്ട് ഷെർലോക്ക് തോമസിനോട് പറയും വെയ്ഡിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, അതുകൊണ്ട് ഈ ഒരു കേസ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും തോമസ് ഒരിക്കലും അതിന് സമ്മതിക്കാതെ അവൻ എന്തോ ഓപ്പൺ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തതുപോലെ ഞങ്ങൾ ഒരു തെളിവ് പോലും ബാക്കിയില്ലാതെയാണ് ആ ഒരു കേസ് അന്ന് അവസാനിപ്പിച്ചത്, അതുകൊണ്ട് ഇനി ഒരു അന്വേഷണം ഇതിലേ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷെർലോക്ക് അന്ന് വെയ്ഡിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോഴത്തേക്കും അതിലെ അവൻ കുറ്റവാളിയാണെന്ന് സമ്മതിക്കാതെ അങ്ങനെ തന്നെ കുറെ നേരം മിണ്ടാതിരുന്നു. അതുപോലെ ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വെയ്ഡ് താനൊരു നിരപരാധിയാണെന്നും അന്ന് ആ ഒരു കേസ് തനിക്കെതിരായിട്ട് കെട്ടിച്ചമച്ചതാണ്, തന്നെ വെറുതെ അതിൽ കുറ്റവാളിയാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഒരപേക്ഷയെ അവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെർലോക്ക് പറയുന്ന പല കാര്യങ്ങളും തോമസ് ചെയ്യാനായിട്ട് കുറച്ച് മടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ കേസിനെ പറ്റി പറഞ്ഞിട്ട് നല്ല വഴക്ക് കൂടുന്നുണ്ട്. ഇപ്പോൾ തോമസ് പറയുന്നത്
ആ ഒരു ദമ്പതികളെ കൊല്ലുന്നതിന് മുന്നേ അവരുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അത് സെൻഡ് ചെയ്ത ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പോയപ്പോൾ എഡിസൺ എന്ന് പറഞ്ഞൊരു പേരാണ് ഇവർക്ക് കിട്ടിയത്. അവനൊരു ഇന്റീരിയർ റീമോഡലിംഗ് കോൺട്രാക്ടറാണ്. കുറെ നാളുകൾക്ക് മുന്നേ ഈ ഒരു ദമ്പതികൾ അവന് അവരുടെ വീട് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരാർ കൊടുത്തിരുന്നു. അങ്ങനെ എഡിസൺ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ അത് കെയർലെസ് ആയിട്ട് അത്ര ഭംഗിയില്ലാത്ത രീതിയിലാണ് ആ ഒരു വർക്ക് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദമ്പതികൾ അവനെ ആ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അവൻ ചെയ്ത ആ ഒരു നാശനഷ്ടത്തിന് വേണ്ടിയിട്ട് പണവും ചോദിച്ചിരുന്നു. ഇപ്പൊ ഇവനെ പ്രത്യേകം ഇവരെ ചോദ്യം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എഡിസൺ എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ, ഇവന് മുന്നേ കുറെ ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. ഈ സെക്ഷൽ അസാൾട്ട്, അതേപോലെ തന്നെ വെപ്പൺസ് കയ്യിൽ സൂക്ഷിച്ചതിന് ഇതിനെതിരായിട്ടുള്ള കുറച്ച് ക്രിമിനൽ റെക്കോർഡ്സ് ഇവന്റെ പേരിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇവനെ സംശയിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ദമ്പതികളോട് ഇവൻ എന്തെങ്കിലും പ്രത്യേകം റിവഞ്ച് ഉണ്ടാവാം. ആ ഒരു റിവഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവൻ ആ ഒരു വീട്ടിൽ ചെന്നിട്ട് ആ ഒരു ദമ്പതികളെ കൊന്ന് അത് ആ ഒരു പഴയ കൊലയാളിയുടെ മേളിൽ കെട്ടിവെക്കാൻ വേണ്ടി ആ പഴയ കാലഘട്ടത്തിലേതുപോലെ തന്നെ ഈ കൊലപാതകം വീണ്ടും റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എഡിസൺ എന്ന് പറഞ്ഞ് ഇവനോട് ഇവർ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും, ഇല്ല, എനിക്ക് അവരോട് റിവഞ്ച് തോന്നാനുള്ള ഒരു കാരണവുമില്ല. അതുമല്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞാൻ മെയിൽ അയച്ചതെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അവരുടെ വീട്ടിലേക്ക് കയറിയിട്ട് അവരെ കൊല ചെയ്തത് ഞാനല്ല, അതൊരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷെർലോക്ക് ചോദിക്കും, ഓക്കെ, എനിക്ക് ഇവിടുത്തെ ബാത്റൂം ഒന്ന് യൂസ് ചെയ്യാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുന്നതും ഷെർലോക്ക് നേരെ ബാത്റൂമിലേക്ക് പോവാതെ ഇവിടെ ഒരു ബേസ്മെന്റ് ഉണ്ട്, അവിടേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ചുമരിനടുത്തായിട്ട് തന്നെ വലിയൊരു അലമാര ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് നിന്ന് ഏതോ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഷെർലോക്ക് ചുറ്റിനും നോക്കുമ്പോൾ ഇവിടെ ഡോറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന്, ഹേയ്, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ പിന്നെയും അവിടുന്ന് ശബ്ദം കേൾക്കുന്നതും അപ്പോഴാണ് ഷെർലോക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു അലമാരയുണ്ടല്ലോ, അതിന് പിറകിൽ നിന്നാണ് ആ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഷെർലോക്ക് പെട്ടെന്ന് ആ ഒരു അലമാര പിടിച്ച് മാറ്റുന്നതും അതിനുള്ളിലെ ഒരു ഡോറുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ പോലീസുകാരെയും താഴേക്ക് വിളിച്ചിട്ട് അവൻ കള്ളം പറയാണ്, ഇതിനകത്തൊരാളുണ്ട് എന്നും പറഞ്ഞ ആ ഒരു ഡോർ പൊളിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീയെ അവിടെ കെട്ടിയിട്ടേക്കുന്നു. എന്താന്ന് വെച്ചാലേ ഇവൻ അവരെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കെട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഷെർലോക്ക് അത് കണ്ടുപിടിച്ച് എഡിസനെ ഇവർ അറസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒരു സ്ത്രീയെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ പറ്റി കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ സ്ത്രീ മറ്റൊരു രാജ്യത്ത് നിന്നും ഇവിടേക്ക് കോൾ ഗേളായിട്ട് വന്നതാണ്. പിന്നെ എഡിസൺ ആണെങ്കിലോ അവന്റെ ആ ഒരു പഴയ ഉള്ളിലെ ആ ഒരു മൃഗമുണ്ടല്ലോ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് വേറൊരാളുടെ കയ്യിൽ നിന്നും ഈ സ്ത്രീയെ വാങ്ങിയിട്ട് ഇതുപോലെ മുറിക്കകത്ത് പൂട്ടിയിട്ട് അവരെ ഇതുപോലെ ഉപദ്രവിക്കുമായിരുന്നു. അതും അവരിവിടെ കൊണ്ടുവന്നിട്ട് തന്നെ ഒരുപാട് നാളുകളായി. അങ്ങനെ രക്ഷപ്പെടുത്തിയ ആ ഒരു പെണ്ണിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നടന്ന ആ ഒരു കൊലപാതക ദിവസം അന്നത്തെ രാത്രി എഡിസൺ അവളോടൊപ്പം തന്നെ ആ ഒരു മുറിയിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ പെണ്ണ് പറയും. അതുകൊണ്ട് ഇവനൊരിക്കലും കൊലയാളിയല്ലാന്ന് ഇവർ കണ്ടുപിടിക്കും. അപ്പോൾ എഡിസണും കൊലയാളിയല്ലാത്തത് കൊണ്ട് ഷെർലോക്ക് ഇപ്പോഴും സംശയിക്കുന്നത് 13 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കൊലപാതക കേസുണ്ടല്ലോ, അതിനെപ്പറ്റി തന്നെയാണ്. അങ്ങനെ ഷെർലോക്ക് ഇവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ലാബുണ്ട്, അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ നടന്ന ഈ ഒരു കൊലപാതകത്തിലെ ഇവർ കളക്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റും 13 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ആ ഒരു കൊലപാതക കേസിലെ തെളിവുകളായിട്ട് എടുത്തു വെച്ചിരുന്ന ആ ഒരു ബുള്ളറ്റും എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 2 ബുള്ളറ്റുകൾക്കും ഏകദേശം സാമ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ പഴയ കാലത്ത് യൂസ് ചെയ്യുന്നൊരു തോക്കുണ്ടല്ലോ, അതിലുപയോഗിക്കുന്ന ഒരു തരം ബുള്ളറ്റാണിത്. അതുമല്ല 1999 വെയ്ഡിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ അവൻ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അവൻ ഉപയോഗിച്ചിരുന്ന തോക്ക് ഒരു പുഴയിലേക്ക് എറിഞ്ഞതായിട്ടാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആ തോക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴും 13 വർഷങ്ങൾക്ക് ശേഷം അതുപോലെയുള്ള ആ ഒരു തോക്ക് ഈ കൊലയാളി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും സെയിം തോക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 13 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കേസുമായിട്ട് വളരെ ബന്ധമുണ്ട് എന്ന് ഷെർലോക്ക് മനസ്സിലാക്കിയിട്ട് ഈ കാര്യം നമ്മുടെ തോമസിനോട് ഒന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ തോമസ് ഇപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. 13 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കേസുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല, ഇതൊരു പുതിയ കോപ്പി കാറ്റ് കില്ലറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പഴയ കേസിന്റെ പിറകെ ഇവർ അന്വേഷിച്ച് പോകണ്ടെന്നാണ് തോമസ് പറയുന്നത്. എന്നിരുന്നാലും വേഡിനോട് പോയി ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് തോമസ് ജയിലിലേക്ക് പോകുമ്പോൾ ഷെർലോക്കും അവനോടൊപ്പം തന്നെ പോവും. അങ്ങനെ അവിടെ വന്നിട്ട് വേഡ് എന്ന് പറഞ്ഞ ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, 13 വർഷങ്ങൾക്ക് മുന്നേ കൊലയെല്ലാം ചെയ്തിരുന്ന ആ ഒരു കൊലയാളി, അവനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ 13 വർഷങ്ങൾക്ക് മുന്നേ ഇവൻ കുറ്റവാളിയാണെന്ന് ഇവർ കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ഫിംഗർ പ്രിന്റ് മാത്രമല്ല, ഇവ സ്നേഹിച്ചിരുന്ന കാർല എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, അവരും ആ സമയത്ത് ഇവൻ കുറ്റവാളിയാണെന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ വെയ്ഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് തന്റെ കാമുകി ഒരിക്കലും തന്നെ ഒറ്റിക്കൊടുക്കില്ല. കാരണം അവൾക്ക് ആ ഒരു സമയത്ത് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ഞാനും അവളുമായിട്ടൊരു അഫെയറിലായിരുന്നു. അതുകൊണ്ട് തന്റെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി കാർല ഒരിക്കലും എന്നെ ഒറ്റിക്കൊടുക്കാനായിട്ട് നിൽക്കത്തില്ല എന്നാണ് വെയ്ഡ് പറയുന്നത്. അതുമല്ല, ഇപ്പോ ഞാൻ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. 13 വർഷങ്ങൾക്ക് മുന്നേ ഞാനത് ചെയ്തില്ല എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും
ക്യാപ്റ്റൻ തോമസ്, നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിച്ചില്ല. എന്നെ കുറ്റവാളിയായിട്ട് നിങ്ങൾ തന്നെയായിരുന്നു പിടിച്ചുകൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പിന്നെ എനിക്ക് അന്ന് വാദിക്കാനായിട്ട് നല്ലൊരു വക്കീലില്ലായിരുന്നു. വേറെ വഴിയില്ലാതെയാണ് ഞാൻ ഈ ജയിലിലേക്ക് വരേണ്ടി വന്നത്. പിന്നെ മൂന്നാമത്തെ കൊലപാതകത്തിൽ നിന്നും നിങ്ങൾ എൻ്റെ ഫിംഗർ പ്രിന്റ് ഒരു കപ്പിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അത് നിങ്ങൾ കെട്ടിച്ചമച്ച വെറും ഒരു തെളിവ് മാത്രമായിരുന്നു, എന്നെ വെറും കുറ്റവാളിയാക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ തോമസ് പറയും, ഇല്ല, നിന്നെ കുറ്റവാളിയാക്കാൻ വേണ്ടി നിന്റെ മുകളിൽ ഒരിക്കലും ഈ കേസ് കെട്ടിവെച്ചതല്ല. കറക്റ്റായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് നിന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷെർലക്ക് ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ ഷെർലക്ക് സംശയിക്കുന്നത് ഇൻസ്പെക്ടർ തോമസിനെയാണ്. കാരണം വെയ്ഡ് യഥാർത്ഥ കുറ്റവാളിയല്ല എന്നുണ്ടെങ്കിൽ തോമസ് വെയ്ഡിനെ കുറ്റവാളിയാക്കി. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും തീർക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു കുറ്റവാളി, അതിനുവേണ്ടി വെയ്ഡിനെ പിടിച്ചുകൊണ്ട് വന്നതാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും പുറത്തുണ്ട്. ആ ഒരു യഥാർത്ഥ കൊലയാളിയാണ് ഈ കൊലപാതകങ്ങൾ വീണ്ടും ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം തോമസ് 13 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ ഒരു കേസ് ഫയല് വീണ്ടും റീ ഓപ്പൺ ചെയ്യാനായിട്ട് പേടിക്കുന്നത്. അതുമല്ല, ആ ഒരു സമയത്ത് ഈ കേസ് തെളിയിച്ചതുകൊണ്ടാണല്ലോ തോമസിന് മറ്റൊരു പൊസിഷനിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയത്. എന്ത് തന്നെയായാലും വെയ്ഡിന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ കാർല, ആ ഒരു സ്ത്രീയെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഷെർലോക്ക് തോമസിനെ കൊണ്ട് അവരുടെ വീടിന് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വന്നിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ കാറിന്റെ അടുത്തേക്ക് ഏകദേശം ഒരു 20 വയസ്സുള്ള ഒരു പയ്യൻ, അവന്റെ പേര് കാർല എന്നാണ്. ഇത് വേറെ ആരുമല്ല, കാർലയുടെ മകൻ. അല്ല സാർ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിന്റെ അമ്മയെ കാണാൻ വന്നതാണെന്ന് പറയുന്നതും, അമ്മ കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചു, ഇപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ. അല്ല, അച്ഛനെ ഞാൻ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുമില്ല, വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് വേറെ തെളിവുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുമല്ല, വെയ്ഡിന് വേണ്ടി വാദിച്ച ആ ഒരു വക്കീല് 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കേസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. ഇപ്പോൾ നമ്മുടെ ഷെർലോക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ തോമസിനോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറ്റവാളിയെ പോലീസിന് കൊടുക്കണമെന്നുള്ള രീതിയിൽ വെയ്ഡിനെ കരുതി കൂട്ടി ഒരു കുറ്റവാളിയാക്കി മാറ്റിയതാണോ നിങ്ങൾ എന്ന് നമ്മുടെ ഷെർലോക്ക് ചോദിക്കുമ്പോഴത്തേക്കും തോമസ് സാധാരണ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവൻ കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. അവൻ ഇപ്പോൾ ഒരു നല്ല വ്യക്തിയെ പോലെ അഭിനയിക്കുകയാണ്. ആ 3 കേസിലും യഥാർത്ഥ കൊലയാളി അവൻ തന്നെയാണ്. അതുമല്ല, ആ സമയത്ത് ഞങ്ങൾ ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ ഒരക്ഷരം പോലും ഞങ്ങളോട് മിണ്ടിയില്ലായിരുന്നു. അവന്റെ മുഖത്ത് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അവൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ വിജയിച്ച ഒരു സന്തോഷം മാത്രമായിരുന്നു അവന്റെ മുഖത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ തോമസ് അന്ന് വെയ്ഡിനെ ചോദ്യം ചെയ്ത ആ ഒരു ഫുൾ വീഡിയോ റെക്കോർഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഷെർലോക്കിന് കൊടുക്കും. അങ്ങനെ ഷെർലോക്ക് തന്റെ ഭാര്യയായിട്ടുള്ള ജോവാനുമായിട്ട് വീട്ടിലിരുന്ന് കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജോവാനും ഇവരുടെ സ്റ്റേഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജോവാൻ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തിന് ഈ ഒരു കഥയിൽ അത്ര പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാണ് അധികം അവരെ പറ്റി സംസാരിക്കാത്തത്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഷെർലോക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം വെയ്ഡിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ്റെ ഒരു കോഫി ചോദിക്കും. അങ്ങനെ ആ ഒരു കോഫി കൊണ്ട് കൊടുക്കുന്നത് ഒരു പേപ്പർ കപ്പിലാണ്. പക്ഷെ അത് കഴിഞ്ഞ് തോമസ് കുറച്ച് കഴിഞ്ഞിട്ട് 2ാമത്തെ തവണയും അവന് കോഫി കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അതൊരു സെറാമിക് കപ്പിലും. അങ്ങനെ ആ ഒരു കപ്പ് തോമസിനോടൊപ്പം തന്നെ അന്ന് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂമിലുണ്ടായിരുന്ന മറ്റൊരു ലേഡി ഓഫീസർ ഉണ്ട്, അവർ ആ ഒരു കപ്പിൽ തൊടുന്നത് പോലുമില്ല. ഇപ്പോൾ വെയ്ഡ് അത് കുടിച്ചതിന് ശേഷം അത് ഇവർ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഷെർലോക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3ാമത്തെ കൊലപാതകം നടന്ന ആ ഒരു വീട്ടിൽ നിന്നും വെയ്ഡാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു തെളിവ് എന്തായിരുന്നെന്നറിയോ? അത് ഒരു കപ്പായിരുന്നു. ആ ഒരു കപ്പിൽ അവന്റെ ഫിംഗർ പ്രിന്റ് ഉള്ളതുകൊണ്ടാണ് അവനെ ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു കപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ വെയ്ഡിന് കുടിക്കാൻ കൊടുത്തിരുന്ന അതേ കപ്പ് തന്നെയാണ് കൊലപാതക വീട്ടിൽ നിന്നും പോലീസുകാർ കണ്ടുപിടിച്ചതായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ തോമസ് ഈ ഒരു കേസ് വെയ്ഡിന്റെ മുകളിൽ കെട്ടിവെച്ച് അവനെ കൊലയാളിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് ഷെർലോക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഷെർലോക്ക് നേരെ തോമസിനടുത്തേക്ക് ചെന്നിട്ട്, ഇന്നലെ ആ ഒരു വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം തോമസിനോട് പറഞ്ഞ്, നിങ്ങളിത് മനഃപൂർവ്വം ഒരു കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി വെയ്ഡിന് മുകളിൽ കെട്ടിച്ചമച്ചതല്ലേ ഈ ഒരു കേസ് എന്ന് ചോദിക്കുമ്പോൾ തോമസിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ ആ ഒരു ഡോർ തുറന്നു കൊടുത്ത് ഷെർലോക്കിനോട് വെളിയിലേക്ക് പോകാൻ പറയും. അങ്ങനെ ഷെർലോക്ക് അവിടെ നിന്ന് പോകുന്നതും തോമസ് ഉടനെ തന്നെ 13 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കൊലപാതക കേസ് തന്നോടൊപ്പം അന്വേഷിച്ച തന്റെ പാർട്ണറായിട്ടുള്ള സോണിയ എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്, അതൊരു ഫീമെയിൽ പാർട്ണർ, അവരെ പോയി കാണും. എന്താന്ന് വെച്ചാൽ ആ ഒരു കേസ് തെളിയിച്ചത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം പ്രമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തോമസ് വന്ന് ഷെർലോക്ക് കണ്ടുപിടിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം സോണിയോട് പറഞ്ഞിട്ട്, നിനക്കല്ലായിരുന്നു അന്ന് വലിയ നിർബന്ധം ആ ഒരു കേസ് എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന്, അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ് അന്ന് വെയ്ഡിനെ കുറ്റവാളിയാക്കിയത്. അപ്പോഴേക്ക് ഇത് കേട്ട സോണിയ പറയും, പക്ഷെ അങ്ങനെയല്ലല്ലോ,
അന്ന് നമുക്ക് അവനെ പിടിക്കാനായിട്ട് വേറൊരു തെളിവുമില്ലായിരുന്നു. ആ ഒരു സെറാമിക് കപ്പ് മൂന്നാമത്തെ കൊലപാതകം നടന്ന ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി തകർത്തതിന് ശേഷമാണ് രണ്ടാമത് വേറെ അവനെ സഹായിക്കാനായിട്ട് ഒരു കൊലയാളി ഇല്ലാന്ന് മനസ്സിലാക്കി നമ്മൾ അവനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ സോണി അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് തോമസും അവളോടൊപ്പം നിന്ന് ഈ ഒരു കാര്യം ചെയ്തത്. ഇപ്പോ സോണി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ കാര്യത്തെപ്പറ്റി വേറെ ആരോടും നീ പറയരുത് എന്ന് പറയുമ്പോൾ തോമസ് പറയും, നമ്മളന്ന് വേഡിനെ അറസ്റ്റ് ചെയ്തു, ഇനിയിപ്പോ വേടല്ലെങ്കിലോ യഥാർത്ഥ കൊലയാളി. അവന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവൻ പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്താവും എന്നെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു. തോമസ് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഇത്തവണ ആ വീട്ടിൽ മരിച്ചിട്ടുള്ളത് 3 പേരാണ്, ഭാര്യയും ഭർത്താവിനെയും. ഇതിന് മുന്നേയുള്ള കൊലപാതകത്തിൽ എങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് അവരുടെ തലയിൽ തലയിണ വെച്ച് ചുറ്റി രണ്ടുപേരെയും 2 വശങ്ങളിലേക്ക് മാറ്റി നിർത്തി തലയിൽ ഷൂട്ട് ചെയ്ത് കൊന്നു. അതേപോലെ തന്നെ ഇവിടെ മൂന്നാമത് മറ്റൊരു വിക്ടിമും കൂടിയുണ്ട്. സാധാരണ കേസുകളിൽ 2 വിക്ടിമും മാത്രമാണ് വരാറുള്ളത്. അപ്പോൾ മൂന്നാമതായിട്ട് മരിച്ചത് ഏതോ ഒരു മെയിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് വന്നത്. അയാളെയാണ് കൊലയാളി ഷൂട്ട് ചെയ്ത് കൊന്നത്. ഇപ്പൊ അതേ സമയം ഷെർലോക്കിനെ കാണിക്കുമ്പോൾ ഷെർലോക്കും അതേപോലെ തന്നെ ജോവാനുണ്ടല്ലോ, ഇവര് രണ്ടുപേരും കൊലയാളിന്ന് സംശയിക്കുന്ന വിക്ടർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഇപ്പോൾ വിക്ടറിനെ സംശയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു ഗുണ്ടാ സംഘത്തിലുള്ളതാണ്. അതുമല്ല കൊലപാതകം നടക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ അവൻ എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അടുത്തുള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവൻ പോയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഇപ്പൊ അവസാനമായിട്ട് കൊലപാതകം നടന്ന ആ ഒരു വീടുണ്ടല്ലോ അതും തമ്മിൽ വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അവനാണെന്ന് സംശയിച്ചാണ് ഷെർലോക്കും ജോവാനും അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ വന്ന് തട്ടുമ്പോഴത്തേക്ക് അവൻ വീടിനകത്തില്ല. അതുകൊണ്ട് ഷെർലോക്ക് തന്റെ കയ്യിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള കീ എടുത്ത് എങ്ങനെയോ ആ ഒരു ഡോർ തുറന്ന് പതിയെ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോവും. ഇപ്പൊ അകത്തേക്ക് വന്നിട്ട് അവർ ആ ഒരു മുറി നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നല്ലതുപോലെ പരിശോധിച്ച് ഇപ്പൊ ആ ഒരു ഫ്ലോർ മാറ്റ് ഉണ്ട്, അതെടുത്ത് മാറ്റി നോക്കുമ്പോൾ അതിനിടയിൽ തടിയാണ്. ഇപ്പൊ അതിലേക്ക് ചവിട്ടി നോക്കുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. അങ്ങനെ ആ ഒരു ഭാഗം ഇളക്കി നോക്കുന്നതും അതിനകത്ത് ഒരു പഴയ കാലത്തെ തോക്കിരിക്കുന്നു. അപ്പൊ ഈ ഒരു തോക്ക് ഉപയോഗിച്ചാണ് കൊലയാളി ഓരോരുത്തരെയും കൊല്ലുന്നത്. അപ്പോൾ വിക്ടർ തന്നെയാണോ കൊലയാളി എന്ന് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് വിക്ടറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും അതേസമയം നമ്മുടെ തോമസ് പെട്ടെന്ന് ഷെർലോക്കിനെ ഇപ്പൊ നടന്ന ആ ഒരു ക്രൈം സീനാണല്ലോ അവിടേക്ക് വിളിക്കാണ്. അപ്പൊ അവിടേക്ക് വന്ന ഷെർലോക്കിനോട് ഇവർ നടന്ന കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഷെർലോക്ക് ആ ഒരു കൊലയാളി എവിടെ നിന്നാണ് ഇവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്തത് എന്നുള്ള ആ ഒരു പൊസിഷനെല്ലാം കാണിച്ചു കൊടുക്കുന്നതും ഷെർലോക്ക് അവിടേക്ക് വന്ന് നിന്നിട്ട് അവരെങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് അവനിങ്ങനെ ഇമാജിൻ ചെയ്ത് ആ ഒരു കാര്യം ചെയ്തു നോക്കാണ്. അപ്പോൾ തോമസ് പറയും, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് കാര്യമുണ്ടെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഷെർലോക്ക് നേരെ പോകുന്നത് സ്റ്റേഷനിലേക്ക്. എന്താണെന്ന് വെച്ചാൽ ഇവർ വിക്ടറിനെ കുറ്റവാളിയായിട്ട് പിടിച്ചു വെച്ചേക്കാണല്ലോ. ഇപ്പോൾ വിക്ടറിന്റെ ആ ഒരു മുറിക്കകത്തേക്ക് വന്നിട്ട് വിക്ടറിന്റെ മുഖത്തേക്ക് ഒരു ബോൾ എടുത്ത് എറിഞ്ഞു കൊടുത്ത് ഇവൻ കൊലയാളിയല്ല, ഇവനെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നതും തോമസിനും അവന്റെ അസിസ്റ്റന്റിനും എന്താണ് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഷെർലോക്ക് പറയുന്നത്, വിക്ടറിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി പരിശോധിക്കുമ്പോൾ അവന്റെ കട്ടിലിന് മുകളിലായിട്ടുള്ള ആ ഒരു സീലിംഗിൽ ഒരു നീല ബോൾ കൊണ്ട് എപ്പോഴും എറിയുന്ന ആ ഒരു പാട് കാണുന്നുണ്ടായിരുന്നു. അതിനർത്ഥം അവൻ അവന്റെ ഫോക്കസ് പിടിക്കാൻ വേണ്ടി ഈ ഒരു ബോള് മുകളിലേക്ക് എറിഞ്ഞു പിടിക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല, അവന്റെ ഒരു കണ്ണിന് കാഴ്ച കുറവുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് കറക്റ്റ് കൃത്യമായിട്ടും ഇതുപോലെ രാത്രി സമയത്ത് ഒരു പൊസിഷനിൽ നിന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. അത് ആ മാനസികാവസ്ഥയിലുള്ള ഒരാൾ. അതുകൊണ്ട് വിക്ടർ ഒരിക്കലും കൊലയാളിയല്ല. യഥാർത്ഥ കൊലയാളി വിക്ടറിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ ഈ ഒരു തോക്ക് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചതാണ്. അപ്പോൾ തോമസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ വിക്ടർ വലിച്ച ആ ഒരു സിഗരറ്റ് അതെങ്ങനെ ആ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഷെർലോക്ക് പറയും, ഇപ്പോൾ ഒരാൾ വലിച്ച സിഗരറ്റ് കിട്ടാനാണോ പാട്? വിക്ടറിനെ ഫോളോ ചെയ്ത ആ ഒരു കൊലയാളി അവൻ വലിച്ചിട്ട് ഉപേക്ഷിച്ച ആ ഒരു സിഗരറ്റ് അവിടെ നിന്നെടുത്ത് ഈ ഒരു ക്രൈം സീനിൽ കൊണ്ടിട്ടതാണ്, കാരണം വിക്ടറിനെ കുറ്റവാളിയാക്കി മാറ്റാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷെർലോക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ TV ന്യൂസിലെല്ലാം പെട്ടെന്ന് തന്നെ വെയ്ഡ് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ 13 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫ്രെയിം ചെയ്ത് ഈ ഒരു കേസിൽ പെടുത്തുമായിരുന്നു. താൻ യഥാർത്ഥ കുറ്റവാളിയല്ല, യഥാർത്ഥ കൊലയാളി ഇപ്പോഴും വെളിയിൽ നടക്കുകയാണ്, യഥാർത്ഥ കൊലയാളി ഇപ്പോഴും വെളിയിലുണ്ട്, അവൻ ഇപ്പോഴും കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എന്നെ വെറുതെയാണ് ഈ ഒരു ജയിലിൽ പിടിച്ചിട്ടേക്കുന്നത് എന്നെല്ലാം മീഡിയയോട് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നടക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പബ്ലിക് ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ കഴിവില്ലായ്മയാണ് ഇതിനെല്ലാം കാരണം, അതുകൊണ്ട് വെയ്ഡിനെ പുറത്തിറക്കണം എന്നെല്ലാവരും പറയാൻ തുടങ്ങും. ഇപ്പൊ ഇത്രയും വിവരങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ വെയ്ഡിനെ അറിയണമെന്നുണ്ടെങ്കിൽ അവന്റെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഇവർ പരിശോധിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജയിലിൽ ആരൊക്കെ വെയ്ഡിനെ വിസിറ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് വെയ്ഡ് മനസ്സിലാക്കുന്നത്, ഇനി ഇവന്റെ ഫാമിലിയിൽ നിന്നും ആരെങ്കിലും ഇവനെ കാണാൻ വരുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുമ്പോൾ വെയ്ഡ് ഒരു സിംഗിൾ ആയിട്ടുള്ള ആളാണ്. അവന് പ്രത്യേകിച്ച് ഫാമിലിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുമല്ല അവന്റെ ആ ഒരു കാമുകി
അവരുമായിട്ടും വലിയ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് വേഡിന് പ്രത്യേകിച്ച് ഈ ഒരു ഫോൺ കോളുകളോ ലെറ്ററുകളോ അങ്ങനെ ഒന്നും ജയിലിലേക്ക് വരാറില്ല. അങ്ങനെയാണെങ്കിൽ വേഡിനെ ആരാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അവരുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. അങ്ങനെ വീണ്ടും ഇവരൊരു ഡെഡ് എൻഡിലേക്ക് ഈ ഒരു കേസ് കൊണ്ട് അവസാനിപ്പിക്കുമ്പോഴത്തേക്കാണ് ഷെർലോക്ക് ആ ഒരു TV ചാനലുകളുടെ ന്യൂസ് ഉണ്ടല്ലോ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കണ്ടുപോകുന്നു. അതിലെ വെയ്ഡ് പറയുന്ന ഒരു പ്രത്യേക സെന്റൻസ് ഉണ്ട്, അത് ഏതോ ഒരു വലിയ ബുക്കിലാണ്. അപ്പൊ അത്രയും വലിയൊരു ബുക്കിലെ കാര്യങ്ങൾ ഇവൻ ഇത്രയും നല്ലതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ അവൻ അത് എവിടെ നിന്ന് പഠിച്ചിരിക്കണം എന്നിവർ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവൻ ജയിലിലെ ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല, സാധാരണ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ ഒരു സെന്റൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ വെയ്ഡ് ഒരു കുറ്റവാളിയാണ്, പക്ഷെ അതേപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് അവനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി വേറെ ആരൊക്കെയോ അവനെ സഹായിച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഇവർ പരിശോധിക്കുമ്പോഴാണ് ഈ ജയിലിലെ ജയിൽ കുറ്റവാളികൾക്ക് ഈ ബുക്കിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി വാലണ്ടിയർ ആയിട്ട് കുറച്ച് ആളുകൾ പോവും. അതുപോലെ കുറെ ആളുകൾ വെയ്ഡിന് ബുക്കിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് ജയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ കുറച്ച് ആളുകളുടെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാല് ഷെർലോക്കും തോമസും ക്ലാര എന്ന് പറഞ്ഞിട്ട് വെയ്ഡിന്റെ ആ ഒരു കാമുകിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്ന് ഇവരോട് സംസാരിക്കുമല്ലോ. അവന്റെ പേരും കാർൽ എന്നാണ്. അവനും ജയിലിൽ വന്നിട്ടുണ്ട്. ഈ ഫോട്ടോ കൂടി കാണുന്നത് നമ്മുടെ ഷെർലോക്ക് എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ നേരെ കാർൽ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ കാണാൻ വേണ്ടി അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോവാണ്. എന്താണെന്ന് വെച്ചാലേ ഇപ്പൊ അവിടെ വന്നിട്ടാണ് നമ്മുടെ ഷെർലോക്ക് ഓരോ സത്യങ്ങളായിട്ട് പറയുന്നത്. സത്യത്തിൽ ഇവൻ കാർലയുടെ അതേപോലെ തന്നെ അവളുടെ ഭർത്താവിന്റെ മകനല്ല, ഇവന്റെ അച്ഛനെ വെയ്ഡാണ്. അതും കാർലയും വെയ്ഡും തമ്മിലുള്ള ആ ഒരു അഫെയർ ഉണ്ടായിരുന്നല്ലോ, അതിലാണ് ഇവൻ ജനിച്ചത്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മകനായിട്ടുള്ള കാർൽ തന്നെയാണ് അതേപോലെയുള്ള ആ ഒരു കൊലപാതകം വീണ്ടും നടത്തുന്നത്. അപ്പൊ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കൊലപാതകം അതുപോലെ തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവന് നിർദ്ദേശങ്ങൾ കൊടുക്കണമല്ലോ. ഇവൻ ആ ഒരു ലൈബ്രറിയിൽ വെയ്ഡിനെ സഹായിക്കാൻ പോകുന്ന സമയത്താണ് വെയ്ഡ് അവൻ പണ്ട് കൊലപാതകങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, അവൻ ചെയ്തിരുന്ന രീതി, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്റെ മകനും പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുപോലെ തന്നെ അവനും വെളിയിൽ വന്നിട്ട് വീണ്ടും അതുപോലെ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, യഥാർത്ഥ കൊലയാളിയല്ല പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്നത്, യഥാർത്ഥ കൊലയാളി ഇപ്പോഴും വെളിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് വെയ്ഡ് നിരപരാധിയാണെന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കും. അതിനു വേണ്ടിയിട്ടാണ് തന്റെ മകനിലൂടെ തന്നെ വെയ്ഡ് ഇതുപോലൊരു പ്ലാൻ ചെയ്തത്. അതുപോലെ ഇവൻ എങ്ങനെയാണ് തന്റെ അച്ഛൻ വെയ്ഡാണെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കാർലയുടെ ഒരു പഴയ ഡയറി ഇവന് കിട്ടിയിരുന്നു. അതിൽ ഇവന്റെ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു അവന്റെ യഥാർത്ഥ അച്ഛൻ വെയ്ഡാണെന്ന്. അങ്ങനെയാണ് തന്റെ അച്ഛനെ കാണാൻ വേണ്ടി അവൻ ജയിലിലേക്ക് പോകുന്നതും. വെയ്ഡ് ഇവനെ സത്യത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു. അവൻ യഥാർത്ഥ കുറ്റവാളിയല്ല എന്നും തന്നെ പുറത്തിറക്കാൻ വേണ്ടി ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ട് വീണ്ടും അതേപോലെയുള്ള കൊലപാതകങ്ങൾ ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇത്രയും സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തോമസിനെയും കൂട്ടി ഷെർലോക്ക് വീണ്ടും ജയിലിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് എന്താണ്, ഇപ്പോ വെയ്ഡിന്റെ മകനായിട്ടുള്ള കാർൽ അവൻ ചെയ്ത ആ കൊലപാതകത്തിലെ തെളിവുകളും മറ്റു കാര്യങ്ങളെല്ലാം വെയ്ഡിന്റെ മുന്നിലേക്ക് എടുത്തു വെച്ചിട്ട്, നിന്റെ മകനെ കൊണ്ട് നീ ചെയ്യിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇനി നിനക്ക് രക്ഷയില്ല, നീ തന്നെയാണ് യഥാർത്ഥ കൊലയാളി, നിനക്കൊരിക്കലും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നതും വെയ്ഡിനെ പോലീസുകാർ വീണ്ടും പൊക്കിയെടുത്ത് സെല്ലിനകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. എന്താന്ന് വെച്ചാല് അവൻ നിരപരാധിയാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇനി അവന് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ 13 വർഷങ്ങൾക്ക് മുന്നേ ആ 3 കൊലപാതകങ്ങൾ ചെയ്ത യഥാർത്ഥ കൊലയാളി വെയ്ഡ് തന്നെയായിരുന്നു. പക്ഷെ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് എന്താന്ന് വെച്ചാല് തോമസും അവന്റെ പാർട്ണറായിട്ടുള്ള സോണിയുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ആ ഒരു കപ്പിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് വെയ്ഡിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് കാരണമാണ് നമ്മുടെ ഷെർലോക്കിന് ഇതുപോലൊരു സംശയം വന്നത്, വെയ്ഡിനെ നിരപരാധിയാണോ അല്ലയോ. തോമസും സോണിയയും ഇത് വെയ്ഡിന് മുകളിൽ കെട്ടിച്ചമച്ച ഒരു കേസാണോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം വരാൻ കാരണം ഇതായിരുന്നു. എന്തായാലും നമ്മുടെ ഷെർലോക്ക് ഈ ഒരു കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ ഞാൻ ഇടയിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഷെർലോക്ക് എന്നുള്ള പേര് കൊടുത്തത് വെറുതെ അല്ലാന്ന്. ഇത് ഷെർലോക്ക് ഹോംസിന്റെ സെയിം സ്റ്റോറി തന്നെയാണ്, പക്ഷേ മോഡേൺ രീതിയിൽ ഇതൊന്നും മാറ്റിയെടുത്തെന്ന് മാത്രം. അതുപോലെയാണ് ഈ ഒരു കഥകളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഷെർലോക്ക് ഹോംസിന്റെ കഥകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല സ്റ്റോറി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതിനുവേണ്ടി മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കണെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.